ആ ദോഷം മാറാനായിട്ട് ഈ കുടുംബത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം ആലോചിച്ച പോരെ? അഞ്ജിതയെ അഭിഷേക് വിവാഹം കഴിക്കുന്നതിൽ ഞങ്ങൾക്കാർക്കും എതിർപ്പില്ല. അപ്പൊ പിന്നെ നമുക്ക് അഞ്ജിതയുടെ കാര്യമായിട്ട് മുന്നോട്ട് പോയാലോ? സിദ്ധാർത്ഥന് ഏതായാലും ദേവികയേക്കാൾ നല്ലൊരു കുട്ടിയെ കിട്ടില്ല. ഇപ്പോൾ അയഞ്ഞു കൊടുത്ത എല്ലാ കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും തെറ്റും. അത് പാടില്ല. അമ്മേ, സുലോചന ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളുടെ ഡിമാൻഡിന് ഒരു മാറ്റവും ഇല്ല. 2 വിവാഹങ്ങൾ നടക്കണം. ഇല്ലെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ അഞ്ജിതയെ അഭിഷേകമായിട്ടുള്ള വിവാഹം നടക്കില്ല. വാക്കുറപ്പിച്ച എത്രയോ കല്യാണങ്ങൾ മാറ്റി നടത്തപ്പെടുന്നു. ദേ, ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല. എന്തു വേണോന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനം എടുക്ക. ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ദേവിക ഒന്ന് ചിന്തിക്കൂ. അഞ്ജിതയുടെയും ഗോപികയുടെയും ഭാവി ഇപ്പോ ദേവികയുടെ കൈകളിലാണ്. അതുകൊണ്ട് ദേവികയുടെ മറുപടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അതോർത്താൽ ആലോചിച്ചിട്ട് പറയൂ. എന്നാ പിന്നെ നമുക്കിറങ്ങാം. എന്നാ ഇറങ്ങട്ടെ. ആ